നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തട്ടകത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF-ൽ അനിശ്ചിതത്വം. ആര്യാടും ഷൗക്കത്തിന് കൈകൊടുക്കാതിരിക്കുകയാണ് PV അൻവർ. CPIM-ന്റെ നിർണായക നേതൃയോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയാണ്. വിവരങ്ങളുമായി അജിത് ബാബുവും ബിനിൽ ലീല സാബുവുമാണ് നമുക്കൊപ്പം ചേരുന്ന. ആദ്യം ബിനിൽ ലീല സാബുവിലേക്കാണ്. ബിനിൽ, ഇപ്പോൾ UDF-ൽ ഒരു അനിശ്ചിതത്വം നിൽക്കുകയാണ്. ബിനിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവന്റെ മുന്നിലാണ്. ഇന്ദിരാഭവനിൽ നിന്ന് ഒരു പേര് ഹൈക്കമാൻഡിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിൻ്റെതാണ് ആ പേര് എന്ന വാർത്തകൾ പരന്നിരുന്നു. കോൺഗ്രസ് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ PV അൻവർ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഷർ ഗ്രൂപ്പ് അതിൽ ഉടക്കി എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും അതാണ് വായിച്ചെടുക്കാനാകുന്നത്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏറ്റവും വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ബാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടല്ലോ. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് 24 മണിക്കൂർ കഴിയാറായി. ബിനിൽ, അങ്ങനെ തന്നെയാണ്. ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ആ പേര് ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൽ സംശയം. കാരണം VS ജോയി, ആര്യാടൻ ഷൗക്കത്ത്, ഈ രണ്ട് പേരുകളാണ് നിലമ്പൂരിൽ പ്രധാനമായും ഉള്ളത്. അപ്രതീക്ഷിതമായി ഒരു സ്ഥാനാർത്ഥി, സർപ്രൈസായി മറ്റൊരു സ്ഥാനാർത്ഥി വരില്ല എന്നാണ് നമുക്ക് ഈ നിമിഷവും പറയാൻ കഴിയുക. നമ്മൾ അല്പസമയം മുമ്പ് വരെ KPC നേതൃത്വവുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർക്ക് ആശയക്കുഴപ്പം, അനിശ്ചിതത്വം, ഈ രണ്ട് വാക്കുകളും അവർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് അവസാനവട്ട ചില ചർച്ചകൾ മാത്രമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആ രണ്ട് പേരുകളിൽ ആര് വേണം എന്നുള്ളത് തന്നെയാണ് ഈ കോൺഗ്രസിനുള്ളിൽ പ്രധാനമായി നിൽക്കുന്ന ഒരു പ്രശ്നം. PV അൻവറാണ് പ്രധാനപ്പെട്ട ആ ഫാക്ടർ. PV അൻവറിന് ആര്യൻ ഷൗക്കത്തിനെ അത്ര താല്പര്യമില്ല. നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചതുമാണ്. VS ജോയി വന്നാൽ നിശ്ചയമായും അവിടെ ജയിക്കുമെന്നുള്ള പ്രതികരണമൊക്കെ പരസ്യമായി അദ്ദേഹം പ്രതികരിച്ചതുമാണ്. എന്തായാലും PV അൻവറിനെ പിണക്കി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഇല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം മുന്നണിയിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പുറത്ത് നിന്ന് പിന്തുണയ്ക്കുന്ന ആ രീതിയിലേക്ക് PV അൻവറിനെ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് ഒരു പേരിലേക്ക് നീങ്ങാനുള്ള ഒരു നീക്കവും കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു ആശയക്കുഴപ്പത്തിന് പ്രധാനമായും കാരണം. ആ PV അൻവറിനെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന VS ജോയിലേക്ക് പോകുമോ അല്ലെങ്കിൽ ആര്യ ഷൗക്കത്തിലേക്ക് തന്നെ പോകുമോ? ഈ രണ്ട് കാര്യത്തിലാണ് ഒരു വ്യക്തത എന്തായാലും വരേണ്ടത്. നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും, അതിൽ വൈകൽ ഉണ്ടാകില്ല എന്നാണ് KPC പ്രസിഡന്റ് അടക്കം, പ്രത്യേകിച്ച് KPCയുടെ പുതിയ ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കിയത്. ഇന്ന് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് ഇതൊരു സെമി ഫൈനലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന് മുന്നിൽ ശക്തി തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം, ഇത് നിസ്സാരമായി ജയിച്ചു കയറാൻ കഴിയുന്ന വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. പക്ഷേ അവിടെയും നിൽക്കുന്ന ഒരു കാര്യം, VS ജോയിലേക്ക് ആ പേര് വന്നാൽ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എന്ത് നീക്കമാണ് ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയൊക്കെ കോൺഗ്രസിനുള്ളിൽ ശക്തമായി തന്നെ ഉണ്ട്. എന്തായാലും ആ പേര് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് KPC നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും അവർ പറയുന്നത് ആശയക്കുഴപ്പമില്ല, അവസാനവട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് KPC നേതാക്കൾ പറയുന്നത്. ബിനിൽ, നമുക്കൊപ്പം കോൺഗ്രസ് ക്യാമ്പിൻ്റെ UDF ക്യാമ്പിൻ്റെ വിവരങ്ങളുമായി ചേർന്നത്. KL 71 നിലമ്പൂരിലെ രജിസ്ട്രേഷൻ, വാഹന രജിസ്ട്രേഷൻ നമ്പർ. അപ്പോൾ KL 71 എന്നുള്ള വാഹന രജിസ്ട്രേഷനുമായി തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിയിരുന്ന MLA ബോർഡ് വെച്ച വണ്ടിയിൽ PV അൻവർ ആയിരുന്നു. ആ വണ്ടിയിൽ ആര് കയറും, കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ആ വണ്ടിയിൽ ആര് കയറുക എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന പേരിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് PV അൻവറിൻ്റെ എതിർപ്പ് കൊണ്ട് ഉടക്കിയിരിക്കുന്ന സാഹചര്യമാണ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്.